എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മണിയുടെ അനുസ്മരണത്തിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി നഷ്ടപ്പെട്ട ഒരുപാട് പ്രതിഭകൾ, അവരെ കൂടി നമുക്ക് ഓർക്കാതെ വയ്യ. മലയാളി കലാലോകത്തിന്, മലയാള സിനിമയ്ക്ക്, നിങ്ങൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് നഷ്ടപ്പെട്ട ഈ അവസരത്തിൽ അതിലേറ്റവും വലിയ നഷ്ടമായി മണിയുടെ വിയോഗം നമ്മളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുമ്പോൾ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അദ്ദേഹം നടൻ എന്നുള്ള രീതിയിൽ എങ്ങനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളതൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു. മമ്മൂക്ക, ലാലൊക്കെ വളരെ ഇമോഷണലായിട്ട് മണിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു. കാരണം അതൊക്കെ എല്ലാവരും ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ് സംസാരിച്ചത്. ശ്രീ വിക്രമൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം എത്രമാത്രം മണി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ചാലക്കുടിക്കാർക്ക് മണി എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് നിങ്ങൾ ചാലക്കുടിക്കാർ മാത്രമല്ല, മുഴുവൻ കേരളത്തിലെയും ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ദിവസം ഈ ചാലക്കുടിയിലും തൃശ്ശൂരിലൊക്കെ കണ്ട തിരക്ക്. ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചൊരു കാര്യം, ഒരുപാട് പേര് ചലച്ചിത്ര രംഗത്തെ സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങളൊക്കെ ആ തിരക്കിൽപ്പെട്ടവരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വേദന തോന്നിയൊരു കാര്യം, ആ തിരക്കുകൾ കഴിഞ്ഞ് ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ 5-6 സ്ത്രീകൾ, പിന്നെ കുറേ പുരുഷന്മാരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നു, ഞങ്ങൾ നിൽക്കുന്നവരുടെ അടുത്തേക്ക് വന്നു. അതിലൊരു വയസ്സായ സ്ത്രീ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു നോക്ക് കാണാൻ അവസരം തന്നില്ല സാർ എന്ന് പറഞ്ഞ് കരയായിരുന്നു അവർ രാവിലെ 8 മണിക്ക് വന്ന് കാത്തു നിൽക്കുകയാണ് മണിയെ കാണാനായിട്ട്. അപ്പോൾ ഒരു ചലച്ചിത്ര നടനെ കാണാൻ ഇത്രമാത്രം കാത്തിരിക്കുന്ന ഒരു വയസ്സായ അമ്മ, അവർക്ക് ഏകദേശം ഒരു 70 വയസ്സ് പ്രായം കാണും. ഞാൻ അവരുടെ മുഖത്തേക്ക് കുറേ നേരം സൂക്ഷിച്ചു പോയി. കാരണം അത് ഒരു പ്രതീകമാണ്, ഒരു അടയാളപ്പെടുത്തലാണ്. മണിയെ മലയാളികൾ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം, കലാലോകം അടയാളപ്പെടുത്തുന്നത് ആ അമ്മയുടെ മുഖത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം മണി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുള്ളത്. ഒരു കീഴാള സംസ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ കീഴാള വർഗത്തിൻ്റെ പ്രതിനിധിയായി വന്നുകൊണ്ട് നമ്മളെല്ലാവരും അറിയുന്ന പോലെ, വിശ്വസിക്കുന്ന പോലെ, സിനിമ എന്ന് പറയുന്നത് ഒരു വരേണ്യവർഗത്തിൻ്റെതാണെന്ന് വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്ന ഒരു ഇടത്തിലേക്ക് ഒരു കീഴാളൻ കടന്നു വന്നുകൊണ്ട് അവൻ്റെ സ്വന്തമായ ഇടമുണ്ടാക്കുകയും അത് അനുഭവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മലയാള സിനിമയും കലാലോകവും മണിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം. അത് സത്യത്തിൽ നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ്, കലാകാരൻ എന്നുള്ള രീതിയിൽ. ആ രീതിയിലാണ് മണി അടയാളപ്പെടുന്നത്. നമ്മളിവിടെ എല്ലാവരും സംസാരിച്ചപ്പോൾ അഭിനേതാവ് എന്നുള്ള രീതിയിലാണ് മണിയെ എല്ലാവരും പറയുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നാടൻ പാട്ടുകളെ പുനരുജ്ജീവിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം മലയാളിക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ സംസ്കാരം, സാധാരണക്കാരൻ്റെ നാട്ടുമൊഴികൾ, അവൻ്റെ ജീവിതം, അതിനെ പുനരുജ്ജീവിപ്പിച്ച ഒരു ചലച്ചിത്ര താരം ആയാണ് മണിയെ ശരിക്കും പറഞ്ഞാൽ കാലം അടയാളപ്പെടുത്തേണ്ടത്. ഇത്രയും ജനകീയത ഈ നാടൻ പാട്ടുകൾക്കുണ്ടായെന്നുള്ളത് മണി പാടിയപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരുപാട് പേര് നാടൻ പാട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്, ഈ ആദിവാസി സമൂഹങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രമാത്രം ജനപ്രിയത ഉണ്ടാക്കി. അതിൽ വരേണ്യവർഗം അല്ലെങ്കിൽ ഈ കീഴാളവർഗം എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് കാണിക്കാൻ വലിയ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് മണിയുടെ ഈ സാധാരണക്കാരൻ്റെ പാട്ട് കണ്ട്, സാധാരണക്കാരൻ്റെ അഭിനയ പാഠകം കണ്ട് കൈയടിക്കുമ്പോൾ അതാണ് മണിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് മണിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിലും ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചാലക്കുടിക്ക് നഷ്ടപ്പെട്ടത് ഈ മണ്ണിൻ്റെ മകനെയാണെന്നുള്ളതാണ് സത്യം. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിന് മണിയുടെ വിട്ടുകൊണ്ട് മാത്രമാകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ചാലക്കുടിയിലെ ജനപ്രതിനിധി ഇരിക്കുന്നുണ്ട്, ഇന്നസെൻ്റ് ഏട്ടൻ ഒക്കെ ഉണ്ട്. ഉചിതമായ ഒരു സ്മാരകം എന്ന് പറയുന്നത് പിന്നെ കാട് പിടിച്ച് കിടക്കുന്നൊരു കെട്ടിടം ഉണ്ടാക്കാനല്ല, മണി എന്നും ഓർക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മണിയെ അടയാളപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മണിക്ക്
അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ ഇന്നും നെഞ്ചിലേറ്റുന്ന 10,000-കണക്കിന് വരുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മണിച്ചേട്ടാ, നിങ്ങൾ ഒരുപാട് തവണ എന്നെ ചാലക്കുടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെയൊക്കെയോ പരിചയപ്പെടുത്താനും ആരുടെയൊക്കെ കൂടി ആഘോഷിക്കാനും ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വന്നത് ഇങ്ങനൊരു അവസരത്തിലായി പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മണിച്ചേട്ടൻ്റെ കൂടെ ചിലവഴിച്ച ഓരോ നിമിഷവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ആഘോഷമായിരുന്നു. ശരിക്കും ഒരു ഉത്സവമാണ് മണിച്ചേട്ടൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതുമെല്ലാം. ഞങ്ങളെപ്പോലെ ഒരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സിനിമയിലെത്തിയവർക്ക് എന്നും ഒരു ധൈര്യമായിരുന്നു മണിച്ചേട്ടൻ. ഞങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ ചിരിയും എന്നും എന്നും ഞങ്ങളുടെ ഓർമ്മകൾ ജീവിക്കും. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവർ, മണിയുടെ വേർപാടിന് മണിയോടുള്ള ദുഃഖം പങ്കുവയ്ക്കാൻ ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ്. പറയുകയാണെങ്കിൽ ഒരു ദിവസമല്ല, ഒരു മാസം പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളും കഥകളുമാണ് മണിയുമായിട്ട് എനിക്കുള്ളത്. മണിയുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും മണിയുടെ എല്ലാ ചിത്രങ്ങളും അഭിനയിക്കുമ്പോഴും കൂടെ അഭിനയിക്കുമ്പോഴും ഒരു പിക്നിക്ക് പോയ ഒരു മൂഡാണ് അതിലെ എല്ലാ കലാകാരന്മാർക്കും ടെക്നീഷ്യന്മാർക്കും. മണിയുടെ പാട്ടും ആഘോഷവും പാചകങ്ങളും തമാശകളും ഇതെല്ലാം പങ്കുവച്ചുള്ള ഒരു പിക്നിക്ക് പോകുന്ന മൂഡാണ് ഓരോ സിനിമയിലും. മണിയുമായിട്ട് അഭിനയിച്ചതിൽ ബെൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ സിനിമയും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ മണിയെക്കുറിച്ച് പറയാൻ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ലൊരു സ്നേഹിതനാണ്, സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന, മറ്റുള്ളവൻ്റെ വേദന അറിയാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള, കയ്യിലുണ്ടെങ്കിലും സഹായിക്കുക എന്ന് പറയുന്ന മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് മണി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ ആരും ചേട്ടായി എന്ന് വിളിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മരണം വരെ മണി എന്നെ ചേട്ടായി എന്നേ വിളിച്ചിട്ടുള്ളൂ. ഒരുപാട് പറയാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും പറയും എന്ത് സമ്പാദിച്ചാലും ശരിയാണ്, എന്തുണ്ടാക്കിയാലും ശരിയാണ്, നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ലെന്ന്. പക്ഷെ ഒന്ന് സത്യമാണത്, അത് തെറ്റാണത്. മരിക്കുമ്പോൾ മണി എല്ലാം കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ ലോകത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അല്ലെ മണിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സന്തോഷവും ചിരിയും മണി കൊണ്ടുപോയി. മണിക്ക് എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് മണിച്ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് വെഞ്ഞാറമൂട്ടിൽ കൊച്ചിൻ കലാഭവൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ പ്രേക്ഷകരെ എല്ലാവരെയും, നമ്മളെല്ലാവരെയും കയ്യിലെടുത്ത ഒരു കലാകാരൻ അത് മണിച്ചേട്ടനായിരുന്നു. അന്ന് മുതൽ ശരിക്കും ഇന്നും അദ്ദേഹം ആ മിമിക്രി എന്ന കല, ഇല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. ശരിക്കും എനിക്കൊക്കെ ഞാൻ കണ്ടുപഠിച്ചത് അദ്ദേഹം ആകാൻ ആഗ്രഹിച്ചു. കാരണം സ്റ്റേജിൽ അദ്ദേഹം കാണിക്കുന്ന പെർഫോമൻസ്, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന, അത് ഞാൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ലൈഫിൽ
ഇത്രയും സ്റ്റേജ് പെർഫോമൻസ് ഉള്ള ഒരു കലാകാരനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആകാൻ വേണ്ടിയിട്ട് പലരും, അതായത് ഞാൻ അടക്കമുള്ള ഒരുപാട് കലാകാരന്മാർ അദ്ദേഹം ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം അത് ഒരുവിധപ്പെട്ട ഒരാൾക്കും സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം, അദ്ദേഹം ചെയ്ത എല്ലാ മേഖലകളിലും അദ്ദേഹം ഉന്നതിയിലെത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷം അപ്പോഴും ഞാൻ മിമിക്രി ട്രൂപ്പുമായിട്ടൊക്കെ നടക്കുന്നു. അങ്ങനെ ഈ തൃശ്ശൂർ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാനും തിരുവനന്തപുരം ഡിസ്കവറി എന്ന ഒരു സമിതിയൊക്കെ ആയിട്ട്. അപ്പോൾ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ മണിച്ചേട്ടൻ്റെ വീട് ചാലക്കുടിയിലാണ്, ഒന്ന് കണ്ടിട്ട് പോകാം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പോൾ ചാലക്കുടിയിൽ വണ്ടി നിർത്തിയിട്ട് സെക്കൻഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ തട്ടുകടയിൽ നിന്ന് ആഹാരം കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ നമ്മളിങ്ങനെ, അതായത് ഒരാളെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരും നമ്മൾ ആഗ്രഹിക്കും, ഇല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു മണിച്ചേട്ടനെ ചാലക്കുടിയിൽ വെച്ച് ഒന്ന് കണ്ടിരുന്നെങ്കിലും. അപ്പോൾ തന്നെ ഭാഗ്യവശാൽ അദ്ദേഹം ഫ്രണ്ടിലുണ്ടായിരുന്നു, അടുത്ത ഒരു തട്ടുകടയിൽ നിൽക്കുകയായിരുന്നു. അന്ന് മലയാളി മാമന് വണക്കം എന്ന സിനിമ റിലീസായി. അതിന് ആ സിനിമയും കണ്ടിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവിടെ നിൽക്കുന്നു. നമ്മളെ കണ്ടു, ട്രൂപ്പിൻ്റെ വണ്ടി കണ്ട് അദ്ദേഹം ഓടി അടുത്ത് വന്ന് നമ്മളോടൊപ്പം സംസാരിച്ചു. അന്ന് ശരിക്കും എനിക്കൊക്കെ ഒരു കലാകാരന് 150 രൂപ വെച്ചാണ് ശമ്പളം എന്ന് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം ഓടി വന്നിട്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു 500 രൂപ എടുത്ത് നമ്മളെ തന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഒരു സന്തോഷമാണ്, വേണ്ട ഏട്ടാ, എൻ്റെ ഒരു സന്തോഷമാണ്, നിങ്ങൾ ചാലക്കുടിയിൽ ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ പോകരുത്, വിശന്നിരിക്കരുത് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമാ നടനും ഒപ്പം ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയെ. കാര്യവശാൽ അത്രയും സമയം നമ്മളെ നിർത്തി ഭക്ഷണം വേണമെങ്കിൽ 500 രൂപ തന്നിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകാം, പക്ഷെ കൂടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിപ്പിച്ച് സന്തോഷമായിട്ട് മടക്കി നമ്മളെ അയച്ചു. അതിനുശേഷം അദ്ദേഹവുമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ മണിച്ചേട്ടനെയൊക്കെ മാറി നിന്ന് വീക്ഷിച്ച് പഠിക്കുകയായിരുന്നു. അദ്ദേഹം ജനങ്ങളുമായിട്ട് അദ്ദേഹം മിങ്കിൾ ചെയ്യുന്ന ഒരു രീതി, ശരിക്കും അങ്ങനെ ഒരാൾക്കും, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരാൾക്കും അങ്ങനെ ഇത്രയും ജനഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കുഞ്ഞു കുട്ടികളടക്കം, എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ ഉറങ്ങണമെങ്കിൽ, എൻ്റെ വീട്ടിലെന്നല്ല, ഞാൻ തിരക്കിയപ്പോൾ പല വീടുകളിലും മണിച്ചേട്ടൻ്റെ ഉമ്പായി കുച്ചാണ്ടി എന്ന ആ പാട്ടില്ലാതെ കുട്ടികൾ ഉറങ്ങില്ലായിരുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല. നമ്മുടെ മലയാളം ഉള്ളിടത്തോളം കാലം നമ്മുടെ മണിച്ചേട്ടൻ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ആ നല്ല ഓർമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. സാധാരണ മൈക്കിന് മുമ്പിൽ വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്ത് പറയണം എന്നുള്ളൊരു നെഞ്ചടിപ്പുണ്ട്. കൊച്ചിൻ കലാഭവനിൽ എന്നെ തുടക്കത്തിൽ ഞാൻ മിമിക്രിയിൽ വരുന്ന സമയത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് കലാഭവൻ മണിയാണ്. അന്ന് മണിയുടെ അഭിപ്രായത്തിലായിരുന്നു പിന്നീട് എൻ്റെ ഒരു വളർച്ച എന്ന് തന്നെ പറയാൻ. ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ആ വലിയ കലാകാരനോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്നേഹം നേരിട്ട് അറിയാൻ സാധിച്ചു. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് മറവിയാണ്. നമ്മുടെ ഉറ്റവർ നമ്മളെ വിട്ടുപിരിയുമ്പോഴും, നമുക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴും, നമുക്കെന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴുമൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളതെല്ലാം മറക്കുന്നത് മറവിയിലൂടെയാണ്. പക്ഷേ ഇവിടെ മണിയുടെ വിയോഗത്തിന് മുന്നിൽ ആ മറവി പോലും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതെന്നും ഒരു വേദനയായിട്ട് ഉള്ളിലുണ്ടാവും, ഒരു വലിയ നൊമ്പരമായിട്ട്. ശരിക്കും മണിയേട്ടനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറോളം സംസാരിക്കാനുണ്ടായിരിക്കും. അവസാനമായി ഞാൻ
ചെയ്ത വീരപുത്രനിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മണിയേട്ടനായിട്ട് വീണ്ടും അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അതിൽ ഞാൻ ചെയ്ത അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്ന കഥാപാത്രം മരിക്കുന്നത് മണിയേട്ടൻ്റെ മടിയിൽ കിടന്നാണ്. അബ്ദുറഹ്മാൻ സാഹിബ് മരിക്കുമ്പോൾ മണിയേട്ടൻ പൊട്ടിക്കരയുന്നൊരു രംഗമുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ അഭിനയിക്കുകയാണ്, എനിക്ക് കിടന്നാൽ മതി. മണിയേട്ടൻ്റെ മടിയിൽ കിടന്ന് മണിയേട്ടൻ പൊട്ടിക്കരയുക. സത്യമായിട്ടും ആ പൊട്ടിക്കരച്ചിൽ അത് ഞാൻ അറിയാണ്ട്, നമ്മൾക്ക് അറിയാം നമ്മൾ അഭിനയിക്കുകയാണ്, പക്ഷേ ഇങ്ങനെയും ഒരു മനുഷ്യൻ ഇങ്ങനെയും പൊട്ടിക്കരയുമോ എന്ന് തോന്നി എൻ്റെ കണ്ണുകൾ പതുക്കെ ഒന്ന് ചലിച്ചു. അത് ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്നാണ് വിചാരിച്ചത്. കരച്ചിൽ കഴിഞ്ഞു. കാരണം ഞാൻ ഇങ്ങനെ ഒരാളെങ്ങനെ ഇത്രയും ഒരു പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾക്കറിയാം ഇതൊരു പെർഫോമൻസ് ആണെന്ന്, പക്ഷേ എങ്കിലും അതെനിക്ക് അറിയാണ്ട് ഞാൻ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. മോണിറ്ററിൽ നോക്കിയപ്പോൾ പതുക്കെ എൻ്റെ കണ്ണ് ഒന്ന് അനങ്ങുന്നു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഒരു ടേക്കും കൂടി ചെയ്യണം. അപ്പോൾ മണിയേട്ടൻ എന്നെ സൈഡിലേക്ക് വിളിച്ച് പറഞ്ഞു, മോനെ ചങ്ക് പൊട്ടിയിട്ടാണ് മോനെ നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. അബ്ദുറഹ്മാൻ സാഹിബിന് വേണ്ടി ഞാൻ പൊട്ടിക്കരയാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. നീ എന്ത് തന്നെയായാലും ശരി, എന്തൊക്കെ ശബ്ദം കേട്ടാലും ശരി, ഞാൻ മറിഞ്ഞു വീണ എന്ത് തന്നെയായാലും ശരി, നീ അനങ്ങാതെ കിടക്കണം മോനെ എന്ന് പറഞ്ഞു. ഒരു ആർട്ടിസ്റ്റിനുള്ള ഒരു ഡെഡിക്കേഷൻ. മണിയേട്ടനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ 1000 കഥകൾ ഓരോ ആർട്ടിസ്റ്റുമാർക്കും ഉണ്ടായിരിക്കും. മണിയേട്ടൻ എത്രയോ വ്യത്യസ്തമായ വ്യക്തികൾ, എത്രയോ വ്യക്തിത്വം. നമ്മൾ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ വൺ മാൻ എന്ന് പറയുന്ന പോലെ അത് ചാലക്കുടിക്കാർക്ക് മാത്രം അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞങ്ങൾ സിനിമാക്കാർ എവിടെ ചെന്നാലും ശരി, ഞാൻ തൃശ്ശൂരാണ് വീടെന്ന് പറയുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരുന്ന, ഇപ്പോൾ കേരളമാകിയാലും ശരി, കേരളം വിട്ട് പുറം രാജ്യത്ത് എവിടെ ചെന്നാലും ശരി, വീട് എവിടെയാണെന്ന്, നിങ്ങൾ നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചാലക്കുടിയിലാണ് ചേട്ടാ, മണിയേട്ടൻ്റെ സ്ഥലം എന്നാ പറയുക. സോ ചാലക്കുടിയെ പലപ്പോഴും മണിയേട്ടൻ്റെ സ്ഥലമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് ചാലക്കുടിയുടെ വിജയം കൂടി. എന്തായാലും മണിയേട്ടനെ അറിയാൻ സാധിച്ചതിൽ, മണിയേട്ടൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ, മണിയേട്ടിൽ നിന്നും പഠിച്ചതിൽ, പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി. അതെല്ലാം എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. നമസ്കാരം. ഇത് ഒരു അപ്രതീക്ഷിത ഒരു യോഗമാണ്. കാരണം ജോബിയും മണിയുടെ അടുത്ത സുഹൃത്തായ കുഞ്ഞാനും സാബും എല്ലാം എന്നോട് പറഞ്ഞു, നമ്മൾ മണി മരിച്ച ദിവസം വന്ന ആൾക്കാർക്ക് ഒരു നന്ദി സൂചകമായി പത്രത്തിലൊരു പ്രസ്താവനയോ അല്ലെങ്കിൽ അതുപോലെ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട. നമ്മുടെ മണിയെ, നമുക്ക് ഇഷ്ടമുള്ള മണിയെ, നമ്മുടെ കൂടെ നിന്ന മണിയെ ചാലക്കുടിയിൽ വെച്ച് തന്നെ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു സ്നേഹാദരവ്, ഒരു ഓർമ്മ, അതാണ് വേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, ചാലക്കുടിയിൽ മരിച്ച അന്നുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ പറഞ്ഞു, ഇത് വളരെ ഭംഗിയായിട്ട് നടത്താം. ചാലക്കുടിക്കാർ നമ്മുടെ കൂടെ നിൽക്കും, മണിയെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കിത് അങ്ങനെ തന്നെ, അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം. നമുക്ക് മണിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം നമ്മൾ അങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് 3 ദിവസം മുമ്പ് പ്ലാൻ ചെയ്ത കാര്യമാണത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ജനങ്ങൾ വളരെ ശാന്തരായിരുന്ന് മണിയെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സിറ്റുവേഷനാണത്. മണി ചാലക്കുടിക്കാരെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചാലക്കുടിക്കാർ മണിയെ എങ്ങനെ സ്നേഹിച്ചിരുന്നു, അത് ഈ കാണുന്ന പുരുഷാരാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അരപ്പട്ടണയിൽ നിന്ന് ആകാശമുട്ട വളർന്ന മണി കഠിനാധ്വാനം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മാത്രമാണ് ഉയരങ്ങളിൽ എത്തിച്ചേർന്നത്. ഞാനും മണിയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമാണ്. തൃശ്ശൂരിൻ്റെ കുന്തിരിക്കം എന്ന മണി എന്നെ വിളിക്കാറ്. ഞാൻ
മണിയെ അവസാനമായി ഐശ്വര്യ ചെന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ണു തുറക്കാതെ മണിയും ഞാനും കൂടെ അഭിനയിച്ച സിനിമയിലെ ആ പടത്തിൻ്റെ പേര് പോലെ യാത്ര ചോദിക്കാതെയാണ് മണി പോയത്. എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. ഞാൻ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയാണ്. കാരണം മനസ്സത്രയും വേദനിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന അഗതികൾക്കും അശരണർക്കും ആശ്രമമായിരുന്ന ഒരു സത്രം അടച്ചുപൂട്ടിയ അവസ്ഥയാണ് ഇന്ന് ചാലക്കുടിയിൽ. അവരിനി ആരുടെ മുന്നിൽ ചെല്ലും, ആരുടെ മുന്നിൽ കൈനീട്ടും എന്നൊരു ചോദ്യം ബാക്കിയാണ്. എൻ്റെ പ്രിയ അനുജൻ മണിയുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഞാനും ലാലുമൊക്കെ തുടങ്ങി വെച്ച കലാഭവൻ മിമിക്സ് പരേഡ് എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് നിങ്ങൾ കണ്ടെത്തിയ, ചാലക്കുടിക്കാർ കണ്ടെത്തിയ മണിയെ കേരളം മുഴുവൻ അറിയുന്നത് കലാഭവൻ്റെ മിമിക്സ് പരേഡിലൂടെ. ഏതാണ്ട് 1 വർഷം മുൻപ് മണി എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഇക്ക ഞങ്ങളുടെ കൂടെ വേണം. ഞങ്ങൾ മിമിക്രി കലാകാരന്മാരെല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ്. കലാഭവൻ മണിയായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. മരിക്കുന്നതുവരെ കലാഭവൻ മണി തന്നെയായിരുന്നു പ്രസിഡന്റ്. ഇപ്പോഴും കലാഭവൻ മണിയുടെ പേരിലാണ് ആ സംഘടന നിൽക്കുന്നത്. ആ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലുള്ള മുഴുവൻ മിമിക്രി കലാകാരന്മാരുടെയും സംഘടനയാണ്. ഈ മിമിക്രി കലാകാരന്മാരെല്ലാവരും തന്നെ ഇക്കൊക്കെ അറിയാമല്ലോ, ആരും സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ല. നമ്മളെപ്പോലെ ദാരിദ്ര്യം അനുഭവിച്ച് ഓട്ടോറിക്ഷ ഓടിച്ച് വർക്ക്ഷോപ്പിൽ പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കലാകാരന്മാരാണ് കേരളത്തിലെ മിമിക്രി കലാകാരന്മാർ. അവരിൽ വിരലിലെണ്ണാവുന്ന നമ്മൾ കുറച്ചുപേരെ ഉള്ളൂ സിനിമയിലൂടെ വന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാത്ത ബഹുഭൂരിപക്ഷവും ഇന്ന് കഷ്ടപ്പെടുകയാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ രോഗം കൊണ്ട് വീടില്ലാതെ അങ്ങനെ ഒരുപാട് പരാധീനതകളുമായി നമ്മുടെ മിമിക്രി കലാകാരന്മാർ ജീവിക്കുകയാണ്. അവരെ സഹായിക്കാൻ ഒരു ഫണ്ട് നമുക്ക് വേണം. അതിനൊക്കെ മുന്നിൽ നിൽക്കണം. കേട്ട മാത്രയിൽ തന്നെ ഞാൻ പറഞ്ഞു, മണി ഞാനുണ്ട്, ഞാൻ മുന്നിൽ നിൽക്കാം. അങ്ങനെയാണ് സിനിമ ചിരിമ എന്ന ആ TV ഷോ ഞാനും മണിയും കൂടി ചെയ്യുന്നത്. ഇന്ന് അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഫണ്ടുള്ള ഒരു സംഘടനയാണ് മണിയുടെ പ്രസിഡന്റ്ഷിപ്പിന് കീഴിലുള്ള മാ എന്ന സംഘടന എന്ന് പറയുമ്പോൾ മണിയാണ് അതിൻ്റെ കാരണക്കാരൻ. ആ സംഘടനയിൽ നിന്ന് ഒരുപാട് മിമിക്രി കലാകാരന്മാരുടെ കുടുംബത്തിന് സഹായം എത്തുന്നുണ്ട്. അതിൻ്റെ കാരണക്കാരൻ മണിയാണ്. ഈ ഒരു നന്മ മനസ്സിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു നന്മ ചിന്തിക്കാൻ, അത് പ്രവർത്തിക്കാൻ, അതിന് മുന്നിൽ നിൽക്കാൻ നമുക്ക് ഒരേ ഒരു മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മണിയുടെ നഷ്ടം ചാലക്കുടിക്കാരുടെ മാത്രം നഷ്ടമല്ല, മണിയെ സ്നേഹിക്കുന്ന, മണി അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരിലല്ല, മണി ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ സഹായങ്ങൾ കൊണ്ട് ചെന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് പേരുടെ മനസ്സിൽ മണിയുണ്ട്. ആ മണിയെയാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത്. ഞാനും മണിയും ചേർന്ന് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ കാതിൽ മുഴങ്ങുന്നത് ഇതാണ്. മണിയുടെ ശബ്ദം ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുകയാണ്. ഒടുവിൽ ഇവിടെയും എത്തിയല്ലേ എൻ്റെ മരണാനന്തരം നടക്കുന്ന ഈ ചിരസ്മരണ സ്റ്റേജ് സംവിധാനം ചെയ്യാനും എത്തിയല്ലേ എന്ന് ചോദിക്കുന്ന എൻ്റെ അനുജൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നിങ്ങളോടൊപ്പം വേദനയിൽ പങ്കെടുത്തുകൊണ്ട്, കുടുംബത്തോടൊപ്പം വേദനയിൽ പങ്കെടുത്തുകൊണ്ട് ആ അനുജന് സ്വർഗത്തിൽ പ്രവേശനം കൊടുക്കട്ടെ സർവശക്തൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുക എന്നുള്ള കടമയാണ് ഇന്ന് എനിക്ക് ഇവർ തന്നിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്.
എൻ്റെ സഹോദരൻ്റെ മരണവാർത്തയറിഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ എത്തിയ നിങ്ങൾക്ക് എൻ്റെ സഹോദരനെ ഒരു നോക്ക് പോലും കാണാൻ സാധിച്ചില്ല എന്ന ദുഃഖസത്യം ഞാൻ വൈകിയാണ് അറിഞ്ഞത്. കാരണം അത്ര നല്ല ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാനും. ശിവരാത്രി ദിവസമായതിനാൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉള്ള ആ മുഹൂർത്തത്തിൽ ചടങ്ങ് നടത്തുകയായിരുന്നു. ഇത്രയേറെ ജനാവലികൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അകത്ത് കടന്നുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. 1000 മാപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു. 2, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന ഒരുപാട് മഹത് വ്യക്തികൾ, സാധാരണ ജനങ്ങൾ തുടങ്ങി ഒട്ടേറെ ജനങ്ങൾ എൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ ഈ വിയോഗത്തിൽ എത്തിച്ചേർന്നു. ഓരോരുത്തരെയും പേരുകൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ എടുത്തു പറയാൻ എനിക്ക് ഈ സമയം പറ്റുന്നില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഡോക്ടർമാർ, നഴ്സുമാർ, ആശുപത്രി ജീവനക്കാർ, പോലീസ് മേധാവികൾ, MLA, MP, മന്ത്രിമാർ, സിനിമ, സാഹിത്യം, കല എന്നുവേണ്ട വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന ഓരോ വ്യക്തികൾക്കും ഇന്നിവിടെ എൻ്റെ സഹോദരൻ്റെ പേരിൽ ചിരസ്മരണ എന്ന ഈ പരിപാടി നടത്താൻ മുൻകൈയെടുത്ത ഇതിൻ്റെ സംഘാടക ശക്തികളോടും ഇത് കേൾക്കാൻ ഓടി വന്ന ഈ വൻ ജനാവലിയോടും ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പക്ഷേ മനസ്സിന് സഹോദരൻ്റെ വിയോഗത്തെക്കാൾ ഏറെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കിടുകയാണ്. എൻ്റെ സഹോദരൻ്റെ കുടുംബ ബന്ധം തകർന്നതിലാണ് എൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത പരക്കുന്നുണ്ട്. അത് തീർത്തും അസത്യമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ വളർത്തിയത് ആ വലിയൊരു വടവൃക്ഷമാണ്. ആ വടവൃക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടത്തിയമ്മ എത്തിയതോടുകൂടി ഞങ്ങൾക്ക് വലിയൊരു തണലാണ് എത്തിച്ചേർന്നത്. ഇനി ഞങ്ങളുടെ ധൈര്യം എൻ്റെ ചേട്ടത്തിയമ്മയാണ്. ആ ചേട്ടത്തിയമ്മയെക്കുറിച്ച് വളരെ അനാവശ്യമായ കാര്യങ്ങൾ പലവരും മരണ വീട്ടിലെത്തിച്ചേരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടത്തിയമ്മ അവിടെ ഇല്ലേ എന്ന്. അത് വളരെ ദുഃഖകരമായ സംഭവമാണ്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുടുംബം ഇത്രയേറെ സന്തോഷത്തിലും സമാധാനത്തിലും പോകുന്നത് എൻ്റെ സഹോദരൻ്റെയും എൻ്റെ ചേട്ടത്തിയമ്മയുടെയും പിൻബലത്തിലാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ അറിയാം. സഹോദരൻ്റെ വിയോഗത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസം. പുലയടിയന്തരം കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ പിരിയുള്ളൂ. ആ വേർപാടിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇപ്പോഴും എൻ്റെ ചേട്ടത്തിയമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത്രയേറെ എൻ്റെ ചേട്ടത്തിയമ്മയും നമ്മുടെ അമ്മുക്കുട്ടിയെയും ശ്രീലക്ഷ്മിയെയും അതുപോലെ തന്നെ ഞങ്ങളെയും ചേട്ടൻ്റെയും ചേട്ടത്തിയമ്മയുടെയും ചിറകോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഒരിക്കൽ കൂടി ക്ഷമയും നന്ദിയും പറഞ്ഞു എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ തന്ന സഹകരണവും സ്നേഹവും തുടർന്നുണ്ടാകണം. എൻ്റെ സഹോദരൻ്റെ ആത്മാവിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ.